കളക്ടർ എങ്ങനെയാണ് സാർ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമീകരണങ്ങൾ? ഇവിടെ 3 പേര് അപകടത്തിൽപ്പെട്ടതിൽ 2 പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീട്ടിലെ അമ്മ സുമതി എന്ന് പറഞ്ഞ അമ്മ ഇതുവരെ ബോഡി ട്രേസ് ചെയ്യാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഈ സൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡൗൺ സ്ട്രീമിൽ വാഷ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കുന്നതാണ്. അവിടെ ഈ സൈറ്റിൽ ഇപ്പോൾ നമുക്ക് ഇത്രയാണ് സാധ്യമായിട്ടുള്ളത്. ഇവിടെ JCB ഒക്കെ എത്തിക്കാൻ കഴിയുമോ? എന്താ JCB യുടെ എത്തിക്കാനുള്ള പ്രയാസം നിങ്ങൾ നടന്നു വന്ന വഴി കണ്ടല്ലോ. JCB എത്തിക്കാൻ വളരെ പ്രയാസമുണ്ട്. ഒരു കാരണവശാലും JCB ഇവിടെ എത്താൻ സാധ്യതയില്ല. അത് ഈ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമേ ഇപ്പോൾ ഈ മണ്ണുകളൊക്കെ നീക്കിയിട്ടൊന്ന് പരിശോധിച്ചിട്ട് പിന്നീട് താഴെ ഭാഗത്തോടും കൂടി ഒരു പരിശോധന ആവശ്യമുണ്ട്. അത് ഈ ജില്ലയിലും വലിയ കലാമിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ പല സ്ഥലത്തും മരം വീണ് മണ്ണിടിഞ്ഞ് ഫയർഫോഴ്സ് എല്ലാം എല്ലാ സ്ഥലത്തും വളരെ സജീവമായിട്ട് മുറിച്ച് നീക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ പീരുമേട് താലൂക്കിൽ 2 സ്ഥലത്ത് മണ്ണിടിഞ്ഞതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു സ്ഥലത്തിൽ ചെമ്മണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ ആളുടെ ഇപ്പോഴും അവിടെ സെർച്ച് നടന്നുകൊണ്ടിരിക്കും. കോലാഹലമേട്ടിൽ ഒരു വീട്ടിന് മുകളിലേക്ക് കോലാഹലമേട്ടിലേക്ക് ഒരു വീട് അവിടെ ഇപ്പോൾ റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഉണ്ട്. നമ്മുടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം കോലാഹലമേട്ടിലുള്ളത്. അവിടെ ദേശീയപാത പ്രധാനപ്പെട്ട ദേശീയപാതകളിലൊക്കെ ഗതാഗത തടസ്സമുണ്ടെന്ന് അറിയുന്നു. എന്താണ്? അതുകൊണ്ട് എല്ലായിടത്തും പിന്നെ മരങ്ങൾ വീണിട്ടും കല്ലും മണ്ണൊക്കെ വീണിട്ട് ഗതാഗത തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നമ്മുടെ ഫയർഫോഴ്സ് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നു. എല്ലാ താലൂക്കുകളിലും തഹസിൽദാർമാർക്ക് ഇതിനകം തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തന്നെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാടാണ് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോലാഹലമേട്ടിൽ വീട്ടിൽ തകർന്ന ഒരാളെ കാണാതായിട്ടുണ്ട്. ചെമ്മണ്ണിൽ അപകടമുണ്ടായിരുന്നു. ആ അപകടത്തിൽ പെട്ട ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കളക്ടർ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് JCB എത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ വീടിരുന്ന ഭാഗത്ത് പരിശോധന നടത്തുക, അതിൻ്റെ താഴത്ത് ഏതെങ്കിലും രീതിയിൽ ആളെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഡൗൺ സ്ട്രീമിൽ താഴ്ചയുള്ള ഭാഗത്ത് പരിശോധന നടത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് അതിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് തിരച്ചിൽ നടത്തുക. ഇതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ വീട് പൂർണ്ണമായും ഒഴുകിപ്പോയത് കൊണ്ട് തന്നെ ഈ താഴേക്ക് സുമതി അടക്കം ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. JCB എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം നടന്നു പോലും കയറി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണിത്. കുത്തനെയുള്ള കയറ്റമാണ്. വഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വഴിയുണ്ടോ ഏട്ടാ? വഴിയില്ല. വഴി മുഴുവൻ തകർന്നു കിടക്കുക. ഞാൻ ഇവിടുത്തെ ഉന്നതിയിലെ ഉരുമപ്പനാണ്. എപ്പോഴാണ് മഴ തുടങ്ങിയത്? 2 മണിയായി. ഒരു ഹെലികോപ്റ്റർ പോകുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ഭാര്യയെ വിളിച്ചാണ് ഏറ്റു. ആ വീട്ടിൽ നിന്ന് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ വിളിച്ചു. ഉരുള് പൊട്ടി എന്നും പറഞ്ഞ് പറഞ്ഞു വെള്ളം വിട്ടത് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് മാറി പിന്നെ ഇങ്ങോട്ട് കരുവുന്നവിടെ വെള്ളം ഒടിക്കും. അപ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പം ഹെലികോപ്റ്റർ പോകുന്ന കേട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു അതേപോലെ സൗണ്ടാണ്. അതല്ല പോയത്, ഈ ഇവിടുത്തെ ആരംഭമായിരുന്നു. ഇതിപ്പോൾ ഇതിലൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് തള്ളാനും വഴിയുണ്ടാവും. അങ്ങനെ ഒരു നിഗമനം എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ഒരു ചാലുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ? ഒഴുക്കിൻ്റെ ഇല്ലായിരുന്നു. ഇങ്ങനെ റോഡ് ഇത് മേലുകാവ് വടക്കമേട് റോഡാണ്. നമ്മൾ ചാലിട്ടക്കുന്ന അതെ വഴി കാരണം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ താഴത്തെ ഒരുപാട് ആളുകൾ താമസിക്കുന്നു. പിന്നെ ഇവിടെ അമ്പലക്കട ഉന്നതിയാണ്. ഇഷ്ടംപോലെ ആൾ 130 കുടുംബങ്ങൾ ഉന്നതിയിലുണ്ട്. അങ്ങനെ അപ്പുറം എല്ലാ ആൾക്കാരുണ്ട്. പക്ഷേ റോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നേരത്തെ മുതലേ പഞ്ചായത്തിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഉന്നതിയായിട്ട് ഉദ്ഘാടനം ചെയ്തെങ്കിലും നമുക്ക് പണ്ടൊന്നും കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. 7 മിനിറ്റ് ഇവിടെ വന്നു. കഴിഞ്ഞ ജനുവരി 3-ന് വന്ന് ഉദ്ഘാടനം നടത്തി. ആ ഫണ്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ഉന്നതി എവിടെയാണെന്നോ അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കളക്ടറുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തത്. അപ്പം ഇങ്ങനെ 60 ഉണ്ട്. അപ്പോൾ അതിലും എത്രയും പെട്ടെന്ന് ദുരന്ത മേഖല ഇനിയും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കെട്ടുന്നില്ല. മണ്ണ് മാത്രമേ എടുത്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദൂരപരിധി ഇപ്പം 3.5 കിലോമീറ്റർ ഉണ്ട് കോളപ്പുറയിൽ നിന്ന്. ഇനിയിപ്പം വാഹന ഗതാഗതം പോകണമെങ്കിൽ ഒരുപാട് തടസ്സമാണ്. ഇവിടെ 3 പേര്. ഇവിടെ ഈ ബാക്കിയുള്ള വീടുകളൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഭീഷണിയുണ്ടോ? ഇപ്പോൾ ഇനിയിപ്പം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 67 വയസ്സ് എനിക്കായി. ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉരുളപ്പെട്ടില്ല. ഭീഷണിയായിട്ട് എൻ്റെ വീടിനും കല്ലുകളൊക്കെ ഉണ്ട്. ഇവിടെ 2 കല്ലുണ്ട്. അത് ഞാൻ കളക്ടർ റിപ്പോർട്ടും പ്രകാരം പരാതി കൊടുത്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. അതൊക്കെ പൊട്ടിച്ച് മാറ്റുമെങ്കിൽ ഭയങ്കര സംഭവമാണ്. ഒരു 10-20 വീടുകൾക്ക് ഭീഷണിയായി ഞാൻ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇന്നലെ മിഞ്ഞാന്ന് കൂടെ ITDP എന്ന് വിളിച്ചു. ദുരന്ത മേഖലയായിട്ടുള്ള പ്രദേശം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ദുരന്ത മേഖലയാണ്, എപ്പോഴാണ് സംഭവിക്കാൻ പറ്റുക എന്ന് ഇന്നലെ പറഞ്ഞിരിക്കുക. വന്നിരുന്നോ? അല്ല, അങ്ങനെ റിപ്പോർട്ട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിലൊക്കെ നോക്കിയിട്ട് പോയി.
നടപടിയാകുന്നില്ല. ഉന്നതിയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമുക്ക് ആ ഫണ്ടുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതിൽ ഏറ്റവും തകർച്ചയാണ്, അത് വലിയ വിഷമമുണ്ട്. ഞാനിപ്പം ഒരു 15 കൊല്ലത്തോളം ഇവിടെ ഉന്നതി ഒരു മൂപ്പനാണ്. ഇവിടെ എപ്പോഴാണ് കയറി വന്നത് ഇങ്ങോട്ട്? ഞാനിവിടെ രണ്ടകാലയപ്പോഴെ വന്നു, രാത്രിയിൽ 2 കാലയപ്പോഴെ വന്നു. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നു. അപ്പം ലൈറ്റില്ല, ഇവിടെ പോസ്റ്റ് പോയി. ഈ ഞങ്ങൾക്ക് മാത്രമേ ലൈറ്റില്ലാതുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആളുകളെല്ലാവരും MP 2.5-3 MP വന്നു. ബാക്കി പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഇവിടെ സ്ഥലത്തെത്തി. ഇതിപ്പം ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താ? പരിക്കേറ്റ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിൻ്റെ മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയ പരിക്കില്ല, ഇദ്ദേഹത്തെ കൈയൊക്കെ ചെറിയ ബർക്കേ ഉള്ളൂ. രവി എന്ന് പറയുന്ന ആൾക്കോ? എന്തോ രവി എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം കണ്ടതിന് വലിയ ഭാര്യ ഇന്ന ഭാഗത്തുണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തിരയുന്നത്. ഊരുമൂപ്പനാണ് സംസാരിച്ചത് ഹിമ. അതായത് 2 മണിയോടുകൂടിയാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഇവിടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതിപ്പം നേരത്തെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ എത്താനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇതൊരു ആദിവാസി മേഖലയാണ്, ഉന്നതിയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പൊളിഞ്ഞു കിടക്കുകയാണ്. അതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. രക്ഷാപ്രവർത്തനത്തിന് വലിയ വിഷമം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 150ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന് സമീപത്തൊക്കെ വലിയ പാർക്കലുകൾ